കേരളത്തിലെ ഉദ്യോഗാർത്ഥികൾക്കും യുവാക്കൾക്കും വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രധാനപ്പെട്ട ജനക്ഷേമ പദ്ധതിയുടെ തീരുമാനമാണ് ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും വരുന്നത്. മുൻപ് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുകയും പിന്നീട് തടസ്സപ്പെടുകയും ചെയ്ത മുഖ്യമന്ത്രിയുടെ കണക്ട് ടു വർക്ക് സ്കോളർഷിപ്പ് അഥവാ പ്രജ്വല സ്കോളർഷിപ്പ് പദ്ധതി പുനരാരംഭിക്കുവാനുള്ള ഔദ്യോഗികമായിട്ടുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രതിമാസം 1000 രൂപ വീതം ഗുണഭോക്താക്കൾക്ക് ലഭ്യമാകുന്ന ഈ ധനസഹായം തടസ്സമില്ലാതെ വിതരണം ചെയ്യാനാണ് നിലവിലുള്ള ഗവൺമെന്റ് തീരുമാനമെടുത്തിരിക്കുന്നത്. സംസ്ഥാനത്തെ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ചെറിയ തോതിൽ സാമ്പത്തിക ധനസഹായം ഉറപ്പാക്കുന്നു. ഇതിന് അർഹത നേടുന്നതിനായിട്ട് കുടുംബത്തിന്റെ വാർഷിക വരുമാനം 5 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. പദ്ധതി പുനരാരംഭിക്കുന്നതിനുള്ള ഭരണാനുമതിയും ധനസഹായ വിതരണത്തിനുള്ള നടപടികളും നിലവിൽ വളരെ വേഗത്തിലാണ് ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയാക്കുന്നത്. ധനകാര്യ വകുപ്പിന്റെയും വർക്കിംഗ് ഗ്രൂപ്പിന്റെയും പ്രത്യേക യോഗങ്ങളിൽ വച്ച് ബഡ്ജറ്റ് എസ്റ്റിമേറ്റും ഫണ്ട് അലോക്കേഷനും സംബന്ധിച്ച തീരുമാനങ്ങളും വകുപ്പ് തല അംഗീകാരങ്ങൾ പൂർത്തിയായ സാഹചര്യത്തിൽ ഈ പദ്ധതിയുടെ പുനരുദ്ധാരണം വ്യക്തമാക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഗവൺമെന്റ് ഓർഡറും വളരെ വൈകാതെ തന്നെ പുറത്തിറങ്ങുന്നതാണ്. മുൻപ് രജിസ്റ്റർ ചെയ്ത് അപേക്ഷകൾ അപ്രൂവൽ ലഭിച്ചിട്ടുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും യാതൊരുവിധ തടസ്സവുമില്ലാതെ ഈ സാമ്പത്തിക ആനുകൂല്യം ലഭിക്കുന്നതായിരിക്കും. മുൻപ് കുടിശ്ശികയായി കിടക്കുന്ന ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ട് തീർപ്പാക്കി കൃത്യമായി വിതരണം ചെയ്യാനാണ് സംസ്ഥാന ഭരണകൂടം ലക്ഷ്യമിടുന്നത്. പൊതു തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള 3 മാസങ്ങളിലെ കുടിശ്ശിക തുക ഉൾപ്പെടെ ഒന്നിച്ച അക്കൗണ്ടുകളിലേക്ക് എത്തിക്കുവാനുള്ള സാധ്യതകൾ ഉദ്യോഗസ്ഥ തലത്തിൽ ഇപ്പോൾ സജീവമായി പരിഗണിക്കപ്പെടുന്നുണ്ട്. ഒരു സാമ്പത്തിക വർഷത്തിൽ 5 ലക്ഷത്തോളം അപേക്ഷകരെ ഉൾക്കൊള്ളിക്കാൻ ശേഷിയുള്ള ഈ പദ്ധതിയിൽ നിലവിൽ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ഇപ്പോൾ അപേക്ഷിച്ചിട്ടുള്ളത്. ഇതിൽ കൃത്യമായ പരിശോധന പൂർത്തിയായി കെട്ടിക്കിടക്കുന്ന അപേക്ഷകൾ പെട്ടെന്ന് തന്നെ തീർപ്പാക്കുവാനും പുതിയ ഗുണഭോക്താക്കൾക്ക് അർഹമായിട്ടുള്ള തുക കൃത്യസമയത്ത് ലഭ്യമാക്കുവാനും സംസ്ഥാന എംപ്ലോയ്മെന്റ് വകുപ്പിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിനാൽ കൃത്യമായിട്ടുള്ള വിതരണ തീയതിയും തുകയും സംബന്ധിച്ച വിവരങ്ങൾ ഉടൻ തന്നെ സർക്കാരിന്റെ ഭാഗത്തു നിന്നും പുറത്തു വരുന്നതായിരിക്കും. ഇതുപോലുള്ള ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും അതോടൊപ്പം തന്നെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത്.